നമസ്കാരം, ഞാൻ ബൈജു നേർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഇപ്പം തുടങ്ങുന്ന ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. മലയാള സിനിമ അത് ഇംഗ്ലീഷ് അറിയാത്തോണ്ടാ. അതല്ലാതെ ഹായ് ഗോയ്സ് വെൽക്കം ടു ആ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതുകൊണ്ടാണ്. സിനിമാ നടന്മാരുടെ ഒരു വണ്ടി ഭ്രാന്ത് എന്ന് പറയുന്നത് ഇപ്പം മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ വണ്ടി. മമ്മൂക്കൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ വണ്ടി വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിക്കണ്ടായിരുന്നു. മമ്മൂക്കില്ല, പുള്ളിക്ക് നല്ലവരുണ്ട്. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം ആസിഫ് ആയാലും ഫഹദ്, ദുൽഖർ വണ്ടിക്കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഫഹദൊക്കെ വണ്ടി വാങ്ങിക്കുമ്പോൾ വിളിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ കുറച്ചു കാലമായിട്ട് കാണുന്നില്ല. പക്ഷെ എല്ലാം വാങ്ങിച്ചു തീർന്നു തോന്നുന്നു. പിന്നെ ജോജു ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വെളിയിൽ ആൾക്കാർ അറിയുന്നില്ലല്ലോ. ജോജുവിന്റെ എല്ലാ വണ്ടിയുണ്ട്. ജോജു അധികം വെളിയിൽ കാണിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു, ഇനി ലോകം ഭരിക്കാൻ പോകുന്ന ഈ ചൈനീസ് വണ്ടിയാണ്. വിപണി ലോകം കീഴടക്കുള്ളൂ. നമുക്ക് പണ്ടൊക്കെ ബെൻസും BMW കാണുന്ന ടെക്നോളജി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര കോസ്റ്റ്ലി ടെക്നോളജി, അതുകൊണ്ടാണ് ചെറിയ വണ്ടി വരാത്തതെന്ന്. ഇപ്പം ബെൻസിന്റെ ഏറ്റവും വില കൂടി S ക്ലാസ്സിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ കിയയുടെ സോണറ്റിൽ കാണാം. അപ്പോൾ ഈ ടെക്നോളജിയുടെ വിലയ്ക്ക് ഇത്രയുള്ള നമുക്ക് മനസ്സിലായി. എത്ര വരുമ്പോഴാണ് ഞാൻ ആദ്യം ഇത്രയും വലിയ സ്ക്രീനിൽ വണ്ടി കാണുന്നത്. ഇല്ലേ, അത്രയും കാലം നമ്മൾ ഒരു TV ആണല്ലോ അതിനകത്തിരിക്കുന്നതെന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട്. കാരണം അത് നമുക്ക് ചിന്തിക്കാൻ വയ്യ. നമുക്ക് ഇത്രയുള്ള സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ചൈനയാണോ എല്ലാം നമ്മളെ പഠിപ്പിച്ചത്. അത് ചൈനയുടെ നമ്മൾ എന്നും വന്നിട്ടുള്ളവരായിരിക്കണം. ഹീറോയുടെ സ്പ്ലെൻഡർ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ബൈക്കാണെന്നാണ് പറയുന്നത്. അതുപോലെ ഒരു മൈലേജ് ഉള്ള വണ്ടി വേറെ ഇല്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ സ്പ്ലെൻഡറിന് മാത്രം ഈ ഒരു അവകാശം? അല്ല, സ്പ്ലെൻഡറിന് എന്തുകൊണ്ടാണെന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഹീറോ എന്തുകൊണ്ടാണ് മറ്റു വാഹനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത്ര വില ഇല്ലാത്തത് അല്ലേ? അത് ഞാനും ആലോചിക്കാറുണ്ട്. ആ ഒരു ടെക്നോളജി പോരെ അവർക്ക് എല്ലാ വണ്ടിയിലും. അപ്പോൾ നല്ല വില കിട്ടില്ലേ? അതെന്തോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നോംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ഭാരത് സ്റ്റേജ് 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ സമയത്തെല്ലാം അവർക്ക് എഞ്ചിനിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ വരുന്ന സമയത്തായിരിക്കാം ഈ ഒരു മൈലേജ് കുറയുന്ന ഇഷ്യൂ വരുന്നത്. അപ്പോൾ അവർക്കും അത് ആ ടെക്നോളജിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതായിരിക്കും അതിൻ്റെ കാരണം. സ്പ്ലെൻഡർ മേടിക്കുന്നവരുടെ എണ്ണം കൂടി. അതെ, ഒത്തിരി പേര് ഇപ്പം മേടിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം പുതിയ ഈ ഭാരത് സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മൈലേജ് കുറഞ്ഞ് കാണുന്നുണ്ട് പല വാഹനങ്ങളിലും. ആദ്യകാലത്തുണ്ടായിരുന്ന മൈലേജ് ഇല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ ആ ഒരു പേരൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ആ ടെക്നോളജി എന്നുള്ളത് ഹീറോ കൂടുതൽ വാഹനങ്ങളെ കൊണ്ടുവന്നാലേ അത് പറയാൻ പറ്റൂ. ഇപ്പം ബൈക്കുകളുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്ന സ്ഥിതിക്ക് ഇത് ചോദിക്കുക, അൾട്രാ വയലറ്റ് ബൈക്ക് അതിനെക്കുറിച്ച് ഇപ്പം ഒത്തിരി പേര് സെർച്ച് ചെയ്യുന്ന ഒന്നാണ്. എന്താണ് ഈ അൾട്രാ വയലറ്റ് ബൈക്കിനെ കുറിച്ച് പറയുന്നത്? എന്നാൽ അത് മേടിക്കുന്നവർ കുറവാണ്, എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നന്നായിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് ബൈക്കുകളെന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് ഉപയോഗിക്കുന്നവരുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. അവർക്ക് ഇതിൻ്റെ ഒരു ശബ്ദവും ബഹളവും ഇത് പറക്കുന്ന കാര്യത്തിൽ ഇത് അതിൻ്റെയൊക്കെ ചേട്ടനാണ്. പക്ഷേ പറക്കുന്ന ഒരു ശബ്ദമില്ലാതെ അങ്ങ് പറന്നു പോയാൽ നമുക്കൊരു രസമില്ല. അതിന് പകരം 2 പൊട്ടിക്കലൊക്കെ പൊട്ടിച്ച് ഗിയർ അത് വേണം, ഗിയർ ഡൗൺ ചെയ്തൊക്കെ വെച്ച് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ അൾട്രാ വയലറ്റിൻ്റെയൊക്കെ പോലെയുള്ള ബൈക്കുകളിലേക്ക് അങ്ങനെ അധികം ആൾക്കാരെത്താതെ. പ്രത്യേകിച്ച് ബൈക്കുകൾ, ആ ടൈപ്പ് ബൈക്കുകളെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന അധികവും വളരെ യങ് ജനറേഷനാണ്. ഇവർക്ക് ശബ്ദമില്ലാത്ത ബൈക്ക് എത്ര സ്പീഡ് എടുക്കാം, എത്ര പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞാലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ അതില്ല. സ്കൂട്ടർ എല്ലാവരും എക്കണോമിക്കലായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഏത് പ്രായത്തിലുള്ളവരും ഏത് വരുമാനക്കാരും ഓടിക്കുന്നുണ്ട്. മറ്റേത് ഈ യങ് ജനറേഷനിലേക്ക് എത്തുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ഞാനെപ്പോഴും സംശയിക്കാറുണ്ട്. ഇപ്പം സ്കൂട്ടറിലേക്ക് തന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവരിപ്പോൾ കൂടുതലാണ്. പക്ഷേ ഈ ഓല പോലെയുള്ള സ്കൂട്ടറുകളിലൊക്കെ കത്തിപ്പോകുന്ന പരിപാടികളും കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇങ്ങനെ കത്തിപ്പോകാൻ കാരണം എന്താണ്? ഓലയ്ക്ക് മാത്രമാണ് ഇപ്പം നമ്മൾ കുറേ കേട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് പഴയ ആദ്യകാലത്ത് ഇറങ്ങിയ ഓലകൾക്കായിരുന്നു ആ ഇഷ്യൂ ഉണ്ടായത്. ഇതെന്ന് വെച്ചാൽ ഇത് ബാറ്ററിയുടെ പ്രശ്നം അല്ലെങ്കിൽ മോട്ടറിൻ്റെ പ്രശ്നം അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പം ബാറ്ററി ഓവർ ഹീറ്റ് ആകാതെ നോക്കുക, മോട്ടറിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് സംഭവങ്ങളൊക്കെ നോക്കുക, ഇതെല്ലാം ഈ സിസ്റ്റമാണ്. ഈ സോഫ്റ്റ്വെയറിൽ വരുന്ന ഇഷ്യൂസാണ് അമിതമായിട്ട് ബാറ്ററി ചൂടാകുന്നു, വാഹനം കത്തുന്നു, അതിനൊക്കെ കാരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഓലയുടെ കാര്യത്തിൽ ഓല ഇപ്പം വളരെ മോശം അവസ്ഥയാണ് പോകുന്നതെങ്കിലും ഇതിനൊക്കെ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച വിപ്ലവ ആചാര്യനാണ് ഓല. അപ്പോൾ അവർ ആ കാലത്ത് പഠിച്ചെടുത്ത ടെക്നോളജി കൊണ്ടുവന്ന് നന്നായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല വണ്ടി നിർമ്മിച്ച്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, IT കമ്പനി ആയിരുന്നു. അവർ ഇപ്പം 10, 50, 60 വർഷം പഴക്കമുള്ള ഓട്ടോമൊബൈൽ നിർമ്മിച്ച് വരെയുള്ള കമ്പനികൾ നന്നായിട്ട് അന്ന് ഇവർ വണ്ടി നിർമ്മിച്ച് കൊണ്ടുവന്നു. ആ കാര്യത്തിൽ അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പക്ഷേ അതിനുശേഷം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും കുറേ വണ്ടികൾ
കത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഒന്നും അങ്ങനെ പുതിയ വണ്ടികളൊന്നും കത്തുന്നതായിട്ട് കാണുന്നുമില്ല. അതെല്ലാം സോഫ്റ്റ്വെയർ എല്ലാം പക്കയായി. അപ്പോൾ ഏതൊരു ടെക്നോളജിയും തുടക്കത്തിൽ വരാവുന്ന ഇഷ്യൂസാണെന്ന് തോന്നുന്നു അതൊക്കെ നേരിട്ടത്. ഇപ്പം പക്ഷേ എല്ലാവരും ഏകദേശം പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഞാനീ പറഞ്ഞ പോലെ 10-60 വർഷം പഴക്കമുള്ള ഓട്ടോമൊബൈൽ കമ്പനികൾ ഇപ്പോൾ EV-യിലേക്ക് വന്നു. അവരും ഇതൊക്കെ പഠിക്കുകയായിരുന്നു. അതൊരു പ്രത്യേകതയായിട്ട് കണ്ടൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മാരുതി എന്തുകൊണ്ടാണ് EV കൊണ്ടുവരുന്നത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു ഇല്ലേ? പക്ഷെ മാരുതി 3-4 വർഷം മുമ്പ് മാരുതിയും ടൊയോട്ടയും കൂടെ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്തു. ഈ 4 വർഷം അവർ ടെസ്റ്റ് ചെയ്യായിരുന്നു. അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഇപ്പം നമ്മളൊരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി സ്കൂട്ടർ കൊണ്ടുവരുമ്പോൾ അവർക്കൊന്നും ഈ ടെൻഷനില്ല. പക്ഷേ മാരുതിക്കോ ടൊയോട്ടയ്ക്കോ ചീത്തപ്പേര് ഉണ്ടാകാൻ അവരൊരിക്കലും അനുവദിക്കില്ല. ഈ 4 വർഷം ടെസ്റ്റ് ചെയ്തു. ഈ 4 വർഷം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇല്ലയെന്ന് മനസ്സിലാക്കി, പറയുന്ന റേഞ്ച് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി എല്ലാം ചെയ്തിട്ട് അവരിപ്പോൾ ലോഞ്ച് ചെയ്ത്. അതാണ് ആ ഒരു ക്രെഡിബിലിറ്റി, ആ ഒരു വിശ്വാസം അവർ നിലനിർത്തും. 4 വർഷത്തെ ടെസ്റ്റിംഗ് പ്രോസസ് അതിലും കൂടുതലെങ്കിലേ ഉള്ളൂ. കാരണം ഇത് 2 വർഷം മുമ്പൊക്കെ നമ്മളെ കൊണ്ട് കാണിച്ച വണ്ടിയാണ് ഇപ്പം ലോഞ്ച് ചെയ്തത്. ആ സമയത്ത് പോലും ഫൈനൽ സ്റ്റേജ് അല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത്രയധികം അവർ ടെസ്റ്റ് ചെയ്തു സാധനം. ഇപ്പം ഈ ബൈക്കുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് യുളു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിന് ഹെൽമെറ്റ് വേണ്ട. ഇപ്പം 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അത് വന്നു കഴിഞ്ഞിപ്പോ ഉപയോഗിക്കുന്നവർ കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി അത് ഈ മറ്റേ ഡെലിവറി ബോയ്സ് ഒക്കെ ഇഷ്ടംപോലെ. ഞാനപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ നിർത്തി ഒരു പയ്യനെ കൈ കാണിച്ച് നിർത്തി ചോദിച്ചു ഇതിനെന്തോ റേഞ്ച് കിട്ടും. 55 റേഞ്ച് കിട്ടുന്നുണ്ട്, നല്ല രസമായി പഠിക്കാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അത് അല്ല പണ്ടുണ്ടായിരുന്നു. പണ്ട് ആദ്യകാലത്ത് തന്നെ ഈ ലൈസൻസ് വേണ്ടാത്ത ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉണ്ടായിരുന്നു. ഹീറോ തന്നെ ഇറക്കിയിട്ടുണ്ട് ആദ്യകാലത്ത്. അവർ ഇതെല്ലാം അന്ന് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് റീബ്രാൻഡ് ചെയ്ത് വിറ്റിരുന്നു. അതിനൊന്നും വലിയ ക്വാളിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ പിന്നെ നശിച്ചു പോയത്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ അന്നും ഉണ്ടായിരുന്നു ഇത്. പക്ഷെ ഇപ്പൊ അത് ഉപയോഗിക്കുന്ന കൊച്ചു പിള്ളേർ വരെ അത് എടുത്തോണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ രസമാണ്. അതെ, ചെറിയ ആർക്ക് വേണേലും. പക്ഷെ അത് നമ്മൾ ചൈനയിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം 100 കണക്കിന് മോഡലുണ്ട്, 100 കണക്കിന്. കാരണം അവർക്ക് നല്ല സൈക്കിൾ പാത്തുണ്ടല്ലോ, എല്ലാ റോഡിൻ്റെ സൈഡിലും സൈക്കിൾ പോകാനുള്ള പ്രത്യേകിച്ചുള്ള ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എല്ലാം നമ്മൾ കാണുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറാണ്. പല ഷേപ്പിലൊക്കെയുള്ള ചെറുതും വലുതായിട്ടുള്ള 100,000 എണ്ണം കാണുന്നുണ്ട് അവിടെയൊക്കെ. നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഇത് ഓടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു പ്രശ്നമില്ലേ? കേരളത്തിലെ റോഡുകളിൽ സൈക്കിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിൽ സൈക്കിൾ ഇടുന്ന ഒരാൾ എൻ്റെ പ്രോഗ്രാം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ മരിക്കാതെ എങ്ങനെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. കാരണം പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ 160 കിലോമീറ്ററൊക്കെ ചവിട്ടും ഈ സൺഡേസിലൊക്കെ. നിങ്ങളെങ്ങനെ മരിക്കാതെ ചവിട്ടുന്നത്? കാരണം ഇവിടുത്തെ യാതൊരു ബോധമില്ലാത്ത ബസ്സുകാരും സൈക്കിൾ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ പരിരക്ഷ ലോകത്ത് എവിടെയും. സൈക്കിളൊക്കെ ഇപ്പം നെതർലാൻഡ്സിൽ പോയിട്ട് സൈക്കിളിന് ഒരു വണ്ടി ഇടിച്ചാൽ നമ്മുടെ കാര്യം പോക്കാം. ഇവിടെ പശുവിനെ അടിക്കുന്ന പോലെയാണ്. നോർത്ത് ഇന്ത്യ പശുവിനെ അടിക്കുന്ന പോലെയാണ്. കാരണം അത്രയധികം നിയമപരീക്ഷ ഉണ്ട് അവർക്ക്. അവരെ പോകാൻ സമ്മതിക്കാത്തൊരവസ്ഥ എടുത്തുമില്ല. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നവർ. ഇവിടെ അതില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ സൈക്കിൾ 160 കിലോമീറ്റർ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ മറ്റു വണ്ടികൾ ഇടിക്കാതെ ചവിട്ടിപ്പോകാന്ന് പറയുന്നത് ഭയങ്കര ടയറിങ്ങും ഭയങ്കര ടെൻഷൻ. ഒന്നുമില്ല, നടക്കാൻ ഫുട്പാത്ത് തന്നെ ഇല്ലല്ലോ. അതെ. അപ്പോൾ അത് ഞാൻ പുള്ളിയോട് ചോദിച്ചു. പുള്ളി ശരിയാണ്, നമ്മളതിന് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ഇവരെ ഞങ്ങൾ പോകുന്നുണ്ടെന്ന് കാണിച്ച് അങ്ങനെയൊക്കെ പോകുന്നത്. കഷ്ടപ്പെട്ടാണ് ഇവിടെ നിന്ന്. ഇപ്പം ഈ കാറുകളുടെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം ചൈനീസ് വണ്ടികൾ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു, ഇനി ലോകം ഭരിക്കാൻ പോകുന്ന ഈ ചൈനീസ് വണ്ടിയാണ്, ഇലക്ട്രിക് വെഹിക്കിളാണെന്ന് കണ്ടിരുന്നു. ഈ ചൈനീസ് വണ്ടികളുടെ ഒരു കടന്നുവരവ് ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും അത് വരാൻ പോകുന്നത്? ഇന്ത്യയിൽ ആദ്യം വന്ന ചൈനീസ് വെഹിക്കിളൊന്നും MG മോട്ടറിൻ്റെ ആയിരുന്നു. അപ്പോൾ അവർ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൈനീസ് ഭീകരത, ചൈനീസ് മറ്റേന്നൊക്കെ പറഞ്ഞ് ഇവരെ കുറേ ചീത്തയൊക്കെ വിളിച്ചു. പക്ഷേ എല്ലാവരും പിന്നെ വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ കയ്യിലും ഉണ്ട് MGയുടെ വണ്ടി. അപ്പം നമ്മൾ അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ എവിടുന്ന് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പോളിസി ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനാണെങ്കിൽ നല്ല വണ്ടി വന്നാൽ നമ്മൾ വാങ്ങിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ BYD എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ ഉണ്ട്. BYD എന്ന് പറഞ്ഞാൽ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ മറ്റേതൊരു കമ്പനിയൊക്കെ കൂടുതൽ പെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാണ്. ഇപ്പം നമ്മളൊരു കാര്യം യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ യൂറോപ്പിൽ പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ഒരു കാര്യം അവരൊരു കാര്യം ഏറ്റെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ അതുപോലെ എന്താ പറയുക ക്വാളിറ്റി കോൺഷ്യസും ഒക്കെയാണ്. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ഫിൻലൻഡിലും അവിടെയൊക്കെ പോയി മുഴുവൻ BYD ആയി ബസ്സെല്ലാം BYD ആയി. കാരണം ചൈനീസ് ബസ്സുകൾ അത്രയ്ക്കും മികച്ചതാണെന്ന് അവർ കണ്ടുപിടിച്ചു. സൗത്ത് അമേരിക്കയിൽ നമ്മൾ പോയ പല രാജ്യങ്ങളിലും മുഴുവൻ ചൈനീസ് ബസ്സുകളും ചൈനീസ് വണ്ടികളുമായി. അപ്പോൾ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ, അല്ലാതെ വെറുതെ ആരും വാങ്ങിക്കില്ല. അപ്പോൾ BYD എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു EV ടെക്നോളജി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ടെക്നോളജി കൊണ്ട് ബ്ലേഡ് ബാറ്ററി എന്നൊക്കെ പറഞ്ഞ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള ബാറ്ററിയൊക്കെ അവരാണ് കൊണ്ടുവന്നത്. അപ്പോൾ BYD ഒന്നും പിടിച്ച് കെട്ടാൻ പറ്റാത്ത രീതിയിലാണ് BYD ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് വണ്ടി എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. ഇപ്പോൾ അതെല്ലാം ഇപ്പം ദുബായ് ചെന്ന് കഴിഞ്ഞാൽ ജെറ്റൂർ എന്ന് പറയുന്ന ഒരു SUV ആണ്. ഇപ്പം ദുബായിൽ എവിടെ നോക്കിയാലും ചൈനീസാണ്.
അപ്പോൾ അത് അറബികൾ പോലും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു ക്വാളിറ്റി ലോസ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, ആ രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ചൈനീസ് വണ്ടികൾ ഇപ്പോൾ ഫീച്ചേഴ്സ് ഒരുപാട് വണ്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ വണ്ടികൾ നോക്കുകയാണെങ്കിൽ അവർ പെർഫോമൻസിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഒരു ടീം ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ മറ്റൊരു ടീം അങ്ങനെ ഒരു വേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് വണ്ടികൾ ഉണ്ടാക്കുന്ന കമ്പനി വോൾവോ അല്ലേ. വോൾവോ ഗീലി എന്ന് പറയുന്ന ചൈനീസ് കമ്പനി വാങ്ങിച്ചു, പലർക്കും അറിഞ്ഞുകൂടാ. അതിപ്പോൾ ശരിക്കും ചൈനീസ് വണ്ടിയാണ് വോൾവോ, പക്ഷെ അതാർക്കും അറിഞ്ഞുകൂടാ. ചൈനയാണ് പൂർണ്ണമായിട്ടും ചൈനീസ് കമ്പനിയാണ്. ചൈനയിൽ വലിയ പ്ലാന്റായി അവർ, പക്ഷേ അവരിപ്പോഴും ആ ലെഗസി കൊണ്ടു നടക്കുന്നുണ്ട്. വോൾവോ എന്ന് പറയുന്ന ഒരിക്കലും ചൈനീസാക്കി അവർ മാറ്റിയിട്ടില്ല. അവർ ആ വോൾവോയുടെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ ടേക്ക് ഓവർ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൊടുക്കൽ വാങ്ങൽ ഇപ്പം ഈ പറഞ്ഞ ഏറ്റവും ചീപ്പായിട്ടുള്ള ടെക്നോളജി കിട്ടുന്നത് ചൈനയിലാണ്. ഇപ്പം വേറൊരു കാര്യം, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളിപ്പോൾ പണ്ടൊക്കെ ബെൻസും BMW ഒക്കെ കാണുന്ന ടെക്നോളജി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര കോസ്റ്റ്ലി ടെക്നോളജി, അതുകൊണ്ടാണ് ചെറിയ വണ്ടി വരാത്തതെന്ന്. ഇപ്പോൾ ബെൻസിൻ്റെ ഏറ്റവും വില കൂടി S ക്ലാസ്സിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ കിയയുടെ സോണറ്റിൽ കാണാം ഇല്ലേ. അപ്പോൾ ഈ ടെക്നോളജിയുടെ വിലയ്ക്ക് ഇത്ര ഉള്ളത് നമുക്ക് മനസ്സിലായി ഇല്ലേ. അതൊക്കെ നമ്മളെ പഠിപ്പിച്ച ചൈനീസ് വണ്ടികളാണ്. ഇപ്പോൾ MG മോട്ടോർ വരുമ്പോഴാണ് ഞാൻ ആദ്യം MG മോട്ടറിൻ്റെ ഹെക്ടർ വരുമ്പോഴാണ് ഞാൻ ആദ്യം ഇത്രയും വലിയ സ്ക്രീനിൽ വണ്ടി കാണുന്നത് ഇല്ലേ. അത്രയും കാലം നമ്മൾ ഒരു TV ആണല്ലോ ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട്. കാരണം അത് നമുക്ക് ചിന്തിക്കാൻ വയ്യ, നമുക്ക് ഇത്രയുള്ള സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഏത് വണ്ടിയിലും ഇല്ലാത്ത വലിയ സ്ക്രീൻ. തീർച്ചയായിട്ടും എല്ലാ വണ്ടികളിലും തന്നെ. അപ്പോൾ ചൈനയാണ് അതെല്ലാം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ചൈനയോട് നമ്മൾ എന്നും നന്ദിയുള്ളവരായിരിക്കണം. പക്ഷേ ചൈന പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് ഒരുമാതിരി പുച്ഛമുള്ള ആൾക്കാർ. ചൈനയിൽ ഞാൻ പലവണ പോകുന്നത് എനിക്കറിയാം. ചൈനയിൽ ഇപ്പോൾ ഒരു പേനയാണ് തന്നെ 3 ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് 1 രൂപയുടെ പേന വാങ്ങിക്കാം ചീപ്പായിട്ട്, 10 രൂപയുടെ പേന വാങ്ങിക്കാം. ഈ 10 രൂപയുടെ പേന നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, വേൾഡ് ക്ലാസ് ആയിരിക്കും. പക്ഷെ നമ്മളവിടെ ചെന്ന് വില കുറഞ്ഞ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് വിൽക്കുന്നതുകൊണ്ടാണ് ഈ ചൈനീസ് പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് അങ്ങനെ ഒരു ഇമേജ് ഉള്ളത്. മൊത്തത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട് അല്ലേ. ഇപ്പം നമ്മളിപ്പം വണ്ടികൾ മേടിക്കുമ്പോൾ ആണെങ്കിലും ഇപ്പം വിൻറ്റേജ് വണ്ടികളൊക്കെ മേടിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം പക്ഷേ ഈ വിൻറ്റേജ് വണ്ടികൾ മേടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല, ഒരാഗ്രഹത്തിന് മേടിക്കുന്നു എന്നല്ലേ. പക്ഷെ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ വരുമ്പോഴത്തേനും അത് വളരെ അധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിൻറ്റേജ് വണ്ടികൾ മേടിക്കുന്നവരോട് എന്താണ് പറയുന്നത്? ഈ വിൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പഴയ വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം വണ്ടികളുടെ കാര്യത്തിൽ വിൻറ്റേജ് കാറുകൾ ഒരു ആഗ്രഹത്തിന് പുറത്തും വിൻറ്റേജ് കളക്ടേഴ്സ് എന്ന് പറയുന്ന വേറൊരു സെഗ്മെൻ്റ് ആൾക്കാരാണ്. ഇപ്പം നമ്മളിപ്പോൾ വളരെ പഴയ ഒരു വണ്ടിയുടെ പാർട്സ് എന്ന് പറയുന്നതൊന്നും ലഭ്യമല്ല. അത് നിർമ്മിച്ചത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ഇപ്പോഴും വരുത്തണം. ഭയങ്കര കോസ്റ്റ്ലിയാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും 100-150 വിൻറ്റേജ് കാർ കളക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോഴും ഇവിടെ ഉള്ളവരുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ വീട്ടിൽ തന്നെ വർക്ക്ഷോപ്പും 4 പണിക്കാരുമായിട്ട് ഇരിക്കുകയാണ്. ഓരോന്നിൻ്റെയും പാർട്സ് ലോകത്തിൽ എവിടെ കിട്ടും നോക്കി അത് വരുത്തുന്നു, നന്നായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടിക്കാൻ പറ്റുമോ? അതുമില്ല. വല്ലപ്പോഴും ഒരിക്കൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൺ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഒരു 7 തൊട്ട് 8 വരെയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിടും. അതൊരാഗ്രഹം എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഷൂട്ടിന് മുമ്പ് സംസാരിച്ചില്ലേ, ലംബോഗിനിയൊക്കെ എന്തിനാ ആൾക്കാർ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. അതൊരാഗ്രഹം എന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ലംബോഗിനി ഡേ ടു ഡേ കാറൊന്നുമല്ല, എല്ലാ ദിവസവും ഓടിച്ച് ഓഫീസിൽ പോകുന്ന വണ്ടിയോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് മൂന്നാറിന് പോകുന്ന ഒന്നും അല്ലത്. അത് കാണുമ്പോൾ തന്നെ ചിലർക്ക് ശ്വാസം മുട്ടും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വീക്കെൻഡുകളിൽ മാത്രം ചുമ്മാ ഒന്ന് ചവിട്ടി പൊളിക്കാൻ പോകുന്നൊരു വണ്ടി എന്നല്ലാതെ വേറൊന്നുമില്ല. അത് പൈസക്കാരുടെ ഓരോരോ ആഗ്രഹങ്ങൾ അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പം വിൻറ്റേജ് വണ്ടികളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഇപ്പം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് പുറത്തുനിന്ന് വരുത്തണമല്ലോ. അപ്പം ഇപ്പം കേരളത്തിലേക്ക് ഇപ്പം വിൻറ്റേജ് വണ്ടികൾ കൊണ്ടുവരുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ല, വെളിയിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരാൻ എപ്പോഴും പറ്റില്ല വിൻറ്റേജ് കാറൊന്നും. വളരെ ചുരുങ്ങിയ തോതിൽ എന്തോ ചെറിയ നിയമ സഹായം കിട്ടും, അല്ല വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ വിൻറ്റേജ് കാറുണ്ട്. ഇപ്പം നമ്മുടെ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ വിനോദമായിരുന്നു പഴയ പണ്ട് കാലത്ത് വലിയ വണ്ടി വാങ്ങിക്കാന്നുള്ളത്. 150 വണ്ടിയൊക്കെ ഒരുമിച്ച് റോൾസ് റോയ്സ് ഒക്കെ ഒരുമിച്ച് ഷിപ്പിൽ കയറ്റിക്കൊണ്ടിരുന്ന ഈ നോർത്ത് ഇന്ത്യയിലെ കേരളത്തിലെ രാജാക്കന്മാർ അത്രയും റിച്ചുമായിരുന്നില്ല, അത്രയും പ്രാന്തമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന വണ്ടികൾ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ ഈ രാജസ്ഥാനിലൊക്കെ ഓരോരോ ഹോട്ടലിൽ ഇപ്പം താജിൻ്റെ ഒക്കെ ഹോട്ടലിൽ താമസിക്കും. ആ താജിൻ്റെ ഹോട്ടൽ എന്ന് പറയുന്ന പഴയൊരു പാലസിൻ്റെ പകുതിയായിരിക്കും. പകുതി രാജാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, മറ്റേ പകുതി രാജാവായിരിക്കും താമസിക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ വിൻറ്റേജ് കാർ നമ്മൾ കാണാറുണ്ട്. പഴയ ഗംഭീര റോൾസ് റോയ്സ് ഒക്കെ നല്ല തുടച്ച് മിനുക്കിയിട്ടിരിക്കുന്നത്. അതിപ്പോൾ ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ജെനുവിനിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പെയർ പാർട്സ് കൊണ്ടുവരുന്നത്. ഇവിടെ വേണേൽ ഉണ്ടാക്കി ഇടാവുന്ന സ്പെയർ പാർട്സ് ഉണ്ട്. പക്ഷെ ഇത്തരം വണ്ടികൾ കയ്യിലുള്ളവർ ഒരിക്കലും അത് ചെയ്യില്ല. എത്ര വയസ്സും കൂടെ അവരത് ചെയ്യില്ല. അവരത് അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്ന് ആ ജെനുവിനിറ്റി കാത്തു സൂക്ഷിക്കും. പിന്നെ ഒരിക്കൽ നമ്മളത് വിൽക്കണം എന്ന് വിചാരിച്ചാൽ പോലും അത് വാങ്ങിക്കുന്നവന് കൃത്യമായിട്ട് അറിയാം ഇതിൽ സ്പെയർ പാർട്സ് ഉണ്ടാക്കിയിട്ടതാണോ
അല്ലയോ എന്നുള്ളത്. അപ്പം വില കൂടുതലും കുറയലും ഒക്കെ ആ സമയത്ത് സംഭവിക്കാം. ഇപ്പോൾ റോൾസ് റോയ്സ് കാറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പണ്ട് നമ്മൾ ഉണ്ടായിരുന്ന റോൾസ് റോയ്സ് അല്ല, ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ റോൾസ് റോയ്സിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് വണ്ടി വന്നതെന്നൊക്കെ ഉള്ള കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ വണ്ടിയുടെ ഒരു ഉപയോഗമൊക്കെ എങ്ങനെയാണ്? അല്ല, ആ വണ്ടി ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ഒരു വലിയ പൈസയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കുള്ള ആഗ്രഹങ്ങളിലൊന്ന് റോൾസ് റോയ്സ് എന്ന് പറയുന്നത് ഉണ്ട്, അതുണ്ട്. ഇപ്പം അതിൻ്റെ തൊട്ട് താഴത്തെ പൈസക്കാർ വരെയുള്ളവർ നോക്കുന്നത് റേഞ്ച് റോവർ, സ്പോട്ട്, വോഗ് എന്നൊക്കെ പറയാൻ സാധിക്കും. അതിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഒരു റോൾസ് റോയ്സ്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ നാട്ടിലെ വലിയൊരു പണക്കാരനായിരുന്നു BR ഷെട്ടി. അദ്ദേഹത്തിന് കളക്ഷൻ ഉണ്ടായിരുന്നു ദുബായിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ എൻ്റെ പറയുമ്പോൾ പിന്നെ റോൾസിലാണ് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് കൊണ്ടുപോയത്. അതുപോലെ നമ്മുടെ ഓഷോ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര 101 റോൾസ് റോയ്സോൻ്റെ പുള്ളി വാങ്ങിച്ച അവിടെ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമാണ് ആ ഒരു സാധനം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം റോൾസ് ഒക്കെ ഒത്തിരി കുറഞ്ഞു കേട്ടോ. റോൾസിനേക്കാൾ അപ്പുറത്തേക്ക് ഞാനിപ്പം സ്പോർട്സ് കാറുകളിലേക്കൊക്കെ ആൾക്കാർ അതിൻ്റെ ഒരു പേര് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരിക എന്നുള്ളതല്ല, അത് അതിനൊക്കെ അപ്പുറത്തേക്കുള്ള വണ്ടികളും ഒക്കെ ഇപ്പം വന്നുകൊണ്ട് അതിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ആധിപത്യം വേറെ വണ്ടികൾ. അതെ. അപ്പോൾ ഈ പണ്ട് എൻ്റെ അടുത്ത് ഇവിടെ കേരളത്തിലുള്ള ഒരാൾ റോൾസ് റോയ്സ് വാങ്ങിച്ചിട്ട് പുള്ളി ചെന്നൈയിൽ നിന്ന് ഓടിച്ചു വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഹോട്ടലുകാരൻ പൈസ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. വേണ്ട സാർ, റോൾസ് റോയ്സ് ഈ ഹോട്ടലിന് മുന്നിൽ വന്നല്ലോ, അത് മതി, പൈസ വേണ്ടത് എന്ന് പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. ഇപ്പൊ പഴയ അംബാസഡർ കാറുണ്ടല്ലോ, ഇന്നും അത് എല്ലാവർക്കും ഭയങ്കര അധികം ഒരു ബഹുമാനം എന്ന് പറയുന്ന പോലെ തന്നെ നോക്കി കാണുന്ന ഒന്നാണ് അംബാസഡർ കാറുകളൊക്കെ. അപ്പൊ ഇനിയിപ്പോ അംബാസഡർ കാറുകൾ ആ ഒരു മോഡലിൽ വരിക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അംബാസഡർ എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പം സിട്രൺ വാങ്ങിച്ചു. ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണ്, 60-70 കോടി രൂപയ്ക്ക് എന്തോ ആ ഒരു പേരിങ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ സിട്രൻ്റെ MD-യോട് ഇന്ത്യയിലെ MD-യോട് ഞാൻ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മളൊരിക്കലും ആ പേരിൽ ആ വണ്ടി കൊണ്ടുവരില്ല ഒരിക്കലും, ആ ഷേപ്പിലോ ഒന്നും. ഒരു പക്ഷേ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മോഡലിന് വേണമെങ്കിൽ അംബാസഡർ ഒന്ന് പേരിട്ടേക്കാം, അത് മാത്രം, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ പേര് വാങ്ങിച്ചു വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അംബാസഡർ ഒന്നും ഇനി തിരിച്ചു വരില്ല. എന്നാലല്ല, അംബാസഡർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ നൊസ്റ്റാൾജിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടികളുടെ ഒരു അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്നും അംബാസഡർ വലിയ ഗുണമൊന്നുമില്ല. അംബാസഡർ എന്നും തലവേദന ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അംബാസഡർ ആയിരുന്നു സംഭവം എന്ന് പറയുന്ന ഒരു ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ പണ്ടാരോ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ച കുറയാൻ കാരണം അംബാസഡർ ആണെന്ന് ഒരാൾ ശരിയല്ലേ? കാരണം വെച്ചാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ അല്ലേ പതുക്കെ പോകുന്ന വണ്ടി ഉപയോഗിച്ചിരുന്നു. അംബാസഡർ അല്ലാതെ വേറെ ഒരു വണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ഇന്ത്യയുടെ വികസനം സാധ്യമായേനെ എന്ന് പോലും പറയുന്നുണ്ട്. ഞാനൊരു അംബാസഡർ ഫാനൊന്നുമല്ല. ഇപ്പോഴും അംബാസഡറിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം അല്ല. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതല്ലേ ഉള്ളൂ, അംബാസഡറും മറ്റേ ഇതേ ഉള്ളൂ, ഫിയറ്റ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെയൊക്കെ 84-ലാണ് ഈ മാരുതി 800 ആദ്യമായിട്ട് വരുന്നത്. അതോടുകൂടി പിന്നെ ആർക്കും വേണ്ടല്ലോ അംബാസഡർ. എന്താണ് നല്ല വണ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴല്ലേ അംബാസഡറിനൊക്കെ തള്ളിയത്. ഓരോ ജനറേഷൻ വരുമ്പോഴും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് വണ്ടി വന്നല്ലോ. ഇപ്പം ടാറ്റയും മഹേന്ദ്രയും ഒക്കെ ഭരിക്കുന്ന നമ്മുടെ ഇവിടെ ആ വിൻഫാസ്റ്റിന്റെ ഒരു എങ്ങനെയായിരിക്കും ഒരു ആധിപത്യം നിലനിർത്താൻ സാധിക്കുമോ? വിൻഫാസ്റ്റ് ഇവിടെ ഇപ്പോൾ വന്നുള്ളൂ എങ്കിൽ പോലും അത് വിയറ്റ്നാമിലെ ഒരു ടാറ്റയാണ്. വിയറ്റ്നാമിലെ ടാറ്റ എന്ന് വിളിക്കാവുന്ന കമ്പനി, അത്ര വലിയൊരു കമ്പനിയാണ്. തന്നെ അവർക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവരിപ്പോൾ ഇവിടെ തൂത്തുക്കുടിയിൽ വലിയ പ്ലാന്റാണ് സ്ഥാപിച്ച്. ഇന്ത്യയിൽ അവർ CBO ആയിട്ട് പോലും അല്ല, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക ചെയ്യുന്ന വണ്ടികൾ. അതുകൊണ്ടാണ് അവർക്ക് ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നത്. അവരുടെ കാര്യത്തിലൊക്കെ പ്രധാനമായിട്ട് ഇവരൊക്കെ നോക്കുന്നത് ഇന്ത്യയിൽ കുറച്ച് ചീപ്പായിട്ടുള്ള ലേബർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വണ്ടി നിർമ്മിക്കുക, ലോകം മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം. അപ്പോൾ വളരെ ചിലവ് കുറച്ചുകൂടെ നിർമ്മിക്കാം, ലോകം മുഴുവൻ കയറ്റിയും വിടാം. കാരണം നല്ല ടെക്നോളജി ഇന്ത്യയിൽ ലഭ്യമാണ്, ലേബറിന് ചിലവ് കുറവാണ്, അതൊക്കെ ഉണ്ട്. അപ്പം അവർ ഇവിടെ വിൽക്കുന്നതിൽ കൂടുതൽ അവരുടെയൊക്കെ ആഗ്രഹം എനിക്ക് തോന്നിയിരിക്കുന്നത് അത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഇവർ ഈ പോർട്ട് സിറ്റി, തൂത്തുക്കുടി പോർട്ട് സിറ്റി അല്ല, അവിടെയാണിത് സ്ഥാപിച്ച അവർ പ്ലാന്റ് നേരെ ഉണ്ടാക്കുക, ലോകം മുഴുവൻ കയറ്റി വിടുക, അതാണ് പ്രധാന ലക്ഷ്യം. എക്സ്പോർട്ടിങ് ആയിരിക്കാം. പക്ഷേ അവരുടെ സ്കൂട്ടറുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പോവാം, ഈ വർഷം തന്നെ വരും. VF3 ആണല്ലോ ഇനി വരാൻ പോകുന്നത്. ഇപ്പം ചെറുനഗരങ്ങളിലൊക്കെ EV ഉപയോഗിക്കുന്നവർക്കാണ്. ഈ കോമറ്റിൻ്റെ വലിപ്പമുള്ളൊരു വണ്ടിയാണ്, കുറച്ചുകൂടെ കാണാൻ രസമുണ്ട് VF3. ഇപ്പം ഞാൻ ഈ 29-ാം തീയതി പോകുന്നുണ്ട്. വിൻഫാസ്റ്റിൻ്റെ പ്ലാന്റ് അവർ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് വിയറ്റ്നാമിൽ. ആ സമയത്ത് അറിയാം കൂടുതൽ ഇന്ത്യ പ്ലാൻസ് എന്തൊക്കെയാണ് അവരെന്നുള്ള ആ സമയത്ത് അറിയാൻ പറ്റും. കോമറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൂടെ ആഡ് ഓൺ ചെയ്ത് പറയാം. ഇപ്പോൾ കോമറ്റ് ഉപയോഗിക്കുന്നവർ വളരെയധികം കൂടിയിട്ടുണ്ട്. കാണുമ്പോൾ ചെറിയ വണ്ടിയാണ്, പക്ഷെ ഉപയോഗിക്കാൻ ഭയങ്കര സുഖമുള്ള ഒരു വണ്ടിയാണെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പോൾ കോമറ്റിന്റെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഉപയോഗിക്കും? സ്പെഷ്യാലിറ്റിയുടെ ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ ടേണിംഗ് റേഡിയസ് ഒക്കെ ഇത്രയുള്ളൂ, 4.2 മീറ്ററോളം ഇങ്ങനെ ഇട്ട് കറക്കാം എവിടെ വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഒരു സിറ്റിയിലൊക്കെ യൂ ടേൺ ഒക്കെ എടുക്കാൻ എളുപ്പമാണ്.
പിന്നെ അതിന് കാഴ്ചയിൽ ചെറിയ വണ്ടിയാണെങ്കിലും ശരിക്കും 4 പേർ സുഖമായിട്ട് സഞ്ചരിക്കാം. 2 ഡോറേ ഉള്ളൂ, പക്ഷേ ബാക്കിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് പോലും ഓപ്പറേറ്റ് ചെയ്യാന്ന് ചേട്ടൻ പറഞ്ഞു. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ചെയ്യുകയും AC ഒക്കെ ഓൺ ചെയ്യാം, ഇപ്പോഴത്തെ പല വണ്ടികളും പോലെ. പിന്നെ എൻ്റെ ഒരു ഗുണം വെച്ചാൽ 200 കിലോമീറ്റർ കൃത്യമായി അത് കിട്ടും ഒറ്റ ചാർജിങ്ങിൽ. കമ്പനി 230 മറ്റോ പറഞ്ഞു, 200 കൃത്യമായിട്ടും കിട്ടും. പിന്നെ അതിൻ്റെ ദോഷങ്ങളിലേക്ക് പോയാൽ ഒന്ന്, ഇതിൻ്റെ ടയർ സൈസ് ചെറുതായിട്ട് 12 ഇഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഹൈവേയിലൊന്നും സ്പീഡിൽ പോയാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. അതുകൊണ്ട് പക്ക സിറ്റി കാറാണ്. 2, ഇത് ചാർജിങ്ങിന് ടൈം ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ദൂരം ഒന്ന് ഓടിച്ചു പോയി ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ചേർത്ത് പിന്നെ വില നോക്കിയാൽ കൂടുതലല്ലേ. ശരിക്കും പറഞ്ഞാൽ 10 ലക്ഷം രൂപ എനിക്ക് കൊച്ചു വണ്ടിയുടെ ഓൺ റോഡ് വില. പക്ഷെ അതിൻ്റെ ഇന്റീരിയറും അതിൻ്റെ സ്പേസും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല, സൂപ്പർ വണ്ടിയാണ്. നല്ല വണ്ടി. ഇപ്പം കോമറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചെറിയ വണ്ടിയാണ്. അതുപോലെ തന്നെ പണ്ട് ഇറങ്ങിയ നാനോ അതുപോലെ ഒരു ചെറിയ വണ്ടിയായിരുന്നു. ഇന്ന് നാനോ ഉപയോഗിക്കാത്ത പലരും ഇന്ന് കോമറ്റ് ഉപയോഗിക്കുന്ന ചെറിയ വണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? നാനോയുടെ കാര്യത്തിൽ നാനോയുടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ മോശമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഇന്റീരിയറിലൊന്നുമില്ല, ഒരു കംഫർട്ടൊക്കെ വളരെ മോശം. ഇപ്പം എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു പണ്ട് നാനോ. അത് നമ്മൾ അത്രയും ചെറിയൊരു കാർ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ആവേശത്തിൽ വാങ്ങിച്ചതേ ഉള്ളൂ. അതല്ലാതെ അത് കുറച്ച് കാലമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ വളരെ ഒത്തിരി പണി വരുന്നു. ഈവൻ ബാറ്ററി പോലും ഓപ്പണായിട്ട് സീറ്റിൻ്റെ അടിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി നമുക്ക് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളൊക്കെ അത് വാങ്ങിച്ചത്. അവസാനം വളരെ ചെറിയ പൈസക്കൊക്കെ വിൽക്കായിരുന്നു. ഇല്ല, ഇപ്പം ഒന്നുമില്ല. പണ്ടൊരു ബൈക്ക് യാത്രികന്റെ ഇതിൽ നിന്നാണ്, അതെ, ഒരു ഫാമിലി മുഴുവൻ സഞ്ചരിക്കാൻ പറ്റത്തില്ലാത്തേക്ക് തോന്നിയതാണ്. അതിൻ്റെ ലോഞ്ച് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഡൽഹി ഓട്ടോ എക്സ്പോർട്ട് വെച്ചാണ് അത് ലോഞ്ച് ചെയ്തത്. അന്ന് ആ എക്സ്പോയുടെ വേദിയിലേക്കുള്ള മെട്രോ ട്രെയിൻ സ്റ്റക്കായി, തിരക്ക് കാരണം ഓടിക്കാൻ പറ്റാതെ സ്റ്റക്കായിപ്പോയി. അത്രയ്ക്ക് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വണ്ടി കാണാൻ വന്നിട്ടത്. അകത്ത് പവലിയൻ്റെ അകത്ത് എക്സിബിറ്റ് ചെയ്യുന്ന വണ്ടി അവസാനം പോലീസ് പറഞ്ഞ് വെളിയിൽ കൊണ്ടുവന്നിട്ടാണ്. കാരണം അല്ലെങ്കിൽ പവലിയൻ്റെ അകത്ത് തിരക്കും വന്ന ആൾക്കാർ മരിക്കും. അങ്ങനെ വെളി മൈതാനത്ത് കൊണ്ടുവന്നിട്ടു. ആ രീതിയിലൊക്കെ ആയിരുന്നു അതിൻ്റെ തുടക്കം, അതിൻ്റെ ലോഞ്ച്. അതിനുശേഷം പിന്നെ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇനി നാനോ ഒന്നും കൂടെ വന്നാൽ ചിലപ്പം ആൾക്കാർ സ്വീകരിക്കും. നാനോ ഒന്നും ഇനി വരാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നിയമങ്ങൾ അനുസരിച്ചുള്ള സേഫ്റ്റിയും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നാനോ ആ വില വിൽക്കാൻ പറ്റില്ല. മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്ന് ഈ വിലയാവും. അതല്ലേ ഇപ്പോൾ ഗവൺമെൻറ് സംഭവിച്ചു അല്ലേ. അപ്പോൾ പിന്നെ അത് പിന്നെ ചെറിയ വണ്ടി ചെറിയ വില എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ പിന്നെ അതിനൊക്കെ പോകുന്നത് ടിയാഗോ ഒക്കെ പോരാ ടാറ്റയ്ക്ക്. ഇപ്പം 5 ടിയാഗോ ഒന്നും മോശമില്ലല്ലോ. ഇപ്പം മഹേന്ദ്രയുടെ വിഷൻ സീരീസ് വരാൻ പോകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ചേട്ടൻ്റെ പ്രതീക്ഷകളൊക്കെ? അല്ല, എല്ലാം വരാൻ തന്നെയാണ് സാധ്യത. ഇപ്പം ടാറ്റയുടെ അവിന്യ എന്ന് പറയുന്നൊരു മോഡൽ നമ്മളെ കുറേ കാലം കൊണ്ടുപോയി കാണിച്ച് ഞാനൊക്കെ അത് വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഷേപ്പിലൊക്കെയുള്ള വണ്ടികളൊക്കെ ഇനി വരുമോ ടാറ്റ. പക്ഷെ അത് വരാൻ പോകുമെന്ന് പറയുന്നു. അപ്പോൾ എന്തും വരാം. കാരണം ഇവരൊക്കെ ഈ നമ്മൾ കരുതുന്നതല്ല, ഒരു 10 വർഷം മുമ്പിലേക്ക് കണ്ടിട്ടാണ് ഓട്ടോമൊബൈൽ കമ്പനികൾ മോഡലുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ പലരും ഇപ്പോൾ വന്ന ഡസ്റ്റർ 4 വർഷമായിട്ടായിട്ട് ഇവർ വണ്ടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇത്രയും ടെസ്റ്റുകളും ഷേപ്പ് മാറ്റലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ഈവൻ ഇപ്പോൾ ഇറങ്ങുന്നതിന് ഒരു 7 മാസം മുമ്പ് പോലും എന്നെ പോലെയുള്ള കുറച്ച് പേരെ സെലക്ട് ചെയ്ത് ഒരു ട്രാക്കിൽ ഈ വണ്ടി ഓടിക്കാൻ തന്നു. എന്നിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് എടുത്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ വണ്ടി വന്ന് അത്രയധികം ശ്രദ്ധിച്ച ഇവരൊക്കെ ഒരു വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ വിഷൻ, ഇവരുടെ പ്ലാൻ എന്നൊക്കെ പറയുന്നത് വളരെ മുന്നിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വന്നേക്കാം. ഇപ്പോൾ വിഷൻ സീരീസിൽ ഇപ്പോൾ അവർ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഇന്ധന ഇതും കൊണ്ടാണ് വരുന്നതെന്നാണ്. അപ്പം വീണ്ടും ഒരു മഹേന്ദ്ര ഒരു ആധിപത്യം ഉണ്ടാവുമോ? അല്ല, മഹീന്ദ്ര ആധിപത്യം എന്ന് വെച്ചാൽ അതുപോലത്തെ വണ്ടികൾ വേറെ കമ്പനികൾ കൊണ്ടുവരും, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഇവരുടെ എല്ലാം അടുക്കളയിൽ പലതരം സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മഹീന്ദ്ര ആദ്യം എക്സിബിറ്റ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. എല്ലാ കമ്പനികൾക്കും എല്ലാ തരത്തിലുള്ള വണ്ടികളും കൊണ്ടുവരാനുള്ള സാധ്യതയും അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വിഷൻ എസ് എന്ന് പറയുന്നത് ബൊലേറോയുടെ ഒരു കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പഴയൊരു ബൊലേറോയുടെ ഒരു ഫീല് ആയിരിക്കുമോ, എന്തായിരിക്കും അത്? അല്ല, ഇപ്പം നമ്മൾ ഈ പ്രോട്ടോടൈപ്പായിട്ട് കാണിക്കുന്ന വാഹനങ്ങൾ ആ ഷേപ്പിലൊന്നും വരണമെന്നില്ല. പ്രോട്ടോടൈപ്പായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ആ പേര് മാത്രമായിട്ടൊക്കെ നമ്മൾ പിന്നെ വണ്ടികൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം JSW സ്വന്തം ബ്രാൻഡായിട്ട് വരികയാണ്. അപ്പം ഇന്ത്യയിലേക്ക് പുതിയ വണ്ടി കൊണ്ടുവരുന്നു. ഇത് ചൈനീസ് കമ്പനിയായ ചേരിയുമായിട്ട് ചേർന്നാണ് വരുന്നത്. എങ്ങനെയായിരിക്കും JSWൻ്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ? JSW ആദ്യം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ജെറ്റൂർ എന്ന് പറഞ്ഞ് ഗൾഫിലൊക്കെ വലിയ ഹിറ്റായ ചൈനീസ് വാഹനമാണ്. അത് ഇന്ത്യയിൽ പലരും നോക്കിയിരിക്കുക. കാരണം നമ്മൾ ഈ ഗൾഫിലെല്ലാം ഇത് കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ, ഇന്ത്യ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് തോന്നിയ വണ്ടിയാണത്. അതുകൊണ്ട് തന്നെ അത് വലിയ ഹിറ്റാകാൻ ജെറ്റൂർ 2 എന്ന് പറയുന്നതാണ്, അത് വലിയ ഹിറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് അവർ ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഒരെണ്ണം കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു. അത് ഏത് മോഡലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം JSWന് നല്ല സാധ്യതയുണ്ട്. തന്നെയല്ല ഇപ്പോൾ MGയുടെ ഒരു വലിയ മേജർ ഷെയർ അവർ വാങ്ങിച്ചു. അപ്പോൾ അവർ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക്
JSW ഒരു വിജയമാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്, ഇത്തരം സെലക്ട് ചെയ്ത് മോഡലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഇപ്പം മിഡിൽ ഈസ്റ്റിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഒരു രാജാവെന്ന രീതിയിൽ അറിയപ്പെടുന്നതാണ് നിസാൻ പെട്രോൾ. അതിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇത്രയും കാലം വരാണ്ടിരുന്നത് ഇന്ത്യയിൽ? വരാണ്ടിരുന്ന കാര്യം 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, അതിനൊക്കെ വളരെ കുറഞ്ഞ വോളിയേ വിൽക്കുള്ളൂ. കാരണം അത് ഇന്ത്യ അഴിമതി എങ്ങനെയായാലും 2 കോടി രൂപയ്ക്കടുത്തൊക്കെ വില വരാം. കാരണം ഇത് ഇന്ത്യ നിർമ്മിക്കാനൊന്നും പറ്റില്ല, അതിനുള്ള വോളിയം ഒന്നും ഇവിടെ വിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും, കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ഭയങ്കര ടാക്സ് കൊടുക്കണം, വലിയ വില കൂടും. അതൊന്ന്. 2, ഇന്ത്യയിലിപ്പം അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ലാൻഡ് ക്രൂയിസറാണ്, ടോട്ടൽ ലാൻഡ് ക്രൂയിസർ. അത് എത്ര എണ്ണം വിൽക്കുന്നുണ്ട്, ഏതെങ്കിലും കാണാറുണ്ടോ വെളിയിൽ? അത്രയൊക്കെ തന്നെ വിൽക്കുള്ളൂ. ഇവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിസാൻ്റെ ലീഫ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കാറുണ്ട്, ആദ്യത്തെ ഇലക്ട്രിക് കാറുകളൊന്നാണ്. ലീഫും പെട്രോളും ഇന്ത്യയിൽ വരികയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി ഡൽഹിയിൽ ഒരു ട്രാക്കിൽ ഓടിക്കാനൊക്കെ തന്ന് പണ്ട് 10 വർഷങ്ങളിലേക്കാണ്. അതിനുശേഷം ഇതുവരെ ഒന്നും വന്നില്ല. അപ്പോൾ ഇപ്പം വളരെ ലിമിറ്റഡ് നമ്പേഴ്സ്. ഇപ്പം എങ്ങനെ വെച്ചാൽ നമുക്ക് വർഷം 200 കാറുകൾ ഇങ്ങനെ ടാക്സ് ഇത്തിരി കുറച്ച് ഇമ്പോർട്ട് ചെയ്യാൻ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് യൂണിറ്റ് കൊണ്ടുവരാനായിരിക്കും അവരുടെ പരിപാടി, 200 യൂണിറ്റ് വല്ലതും കൊണ്ടുവരാനായിരിക്കും. ഇപ്പം ഈ ഡിഫൻഡർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പം വളരെയധികം കൂടുതലാണല്ലോ. ഈ മറ്റു വണ്ടികൾക്കില്ലാത്ത ഡിഫൻഡറിൻ്റെ മാത്രം ഒരു ഫീച്ചറായിട്ട് എന്താണ്? അല്ല, ഡിഫൻഡറിൻ്റെ ഫീച്ചറല്ല. ഡിഫൻഡർ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞാൽ ആദ്യം എടുക്കുന്ന മമ്മൂക്ക കൊണ്ടിരുന്നത് മമ്മൂക്ക എടുത്ത വണ്ടി എന്ന് കാണുന്നു, കാണാൻ മമ്മൂക്കയുടെ വണ്ടി. പിന്നെ അത് ഭയങ്കര ലുക്ക് സാധനങ്ങൾ. പിന്നെ പൊതുവെ റേഞ്ച് റോവറിനോട് ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. റേഞ്ച് റോവർ ഇപ്പോൾ ഈ ഡിഫൻഡർ വരുന്നതിന് മുമ്പ് മമ്മൂക്ക ഉൾപ്പെടെയുള്ളവരെല്ലാവരും റേഞ്ച് റോവർ സ്പോർട്ടൊക്കെ അല്ലേ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഡിഫൻഡർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ രൂപം മാറി വന്നപ്പോഴത്തേക്കും നല്ല എല്ലാ തരത്തിലുള്ള എൻജിൻ ഓപ്ഷൻസും ഉണ്ട്, നല്ല ഇൻറ്റീരിയർ ഉണ്ട്, കാണാനുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ആയി. ഇപ്പം അതിൻ്റെ ഒരു സാധനം പോയി, ഒരു നോവൽറ്റി അങ്ങ് പോയി. എങ്കിൽ പോലും ഈ നമ്മൾ നേരത്തെ പോലെ റോൾസ് റോയ്സ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ പണക്കാരൊക്കെ ഒരു ഡിഫൻഡർ തോന്നുന്നൊരിതുണ്ട്. അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു അത്. പക്ഷേ നല്ല വണ്ടിയാണ്. ഞാനിപ്പം അത് നമ്മുടെ നാടൻ ജോജു വാങ്ങിച്ച സമയത്ത് ഞാനും ജോജും കൂടെ വണ്ടി ഓടിച്ച് അങ്ങ് പോയി, നാദലാപാസ് വരെ ഓടിച്ചു കൊച്ചിയിൽ നിന്ന്. വണ്ടി ഇറങ്ങിയിട്ടേ ഉള്ളൂ ആ സമയത്ത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. നല്ല ബാക്ക് സീറ്റ് ഇരുന്നാൽ പോലും ബോഡി റോളൊക്കെ കുറവായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്താണ്. നമ്മളങ്ങ് കൊൽക്കത്ത അങ്ങ് പോയി, സിലിഗുരി, നാദലാപാസ് ഒക്കെ ഓടിച്ചാൽ വന്നത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞോണ്ട് ഞാൻ പറയാം, സിനിമാ നടന്മാരുടെ ഒരു വണ്ടി പ്രാന്ത് എന്ന് പറയുന്നത് ഇപ്പം മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ വണ്ടി, മമ്മൂക്ക ദുൽഖറൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴൊക്കെ എന്താണ് നിങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു ടോക്സ് ഒക്കെ? മമ്മൂക്കൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ വണ്ടി വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിക്കണ്ടായിരുന്നു. മമ്മൂക്കയില്ല, പുള്ളിക്ക് നല്ല വിവരമുണ്ട്. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം ആസിഫ് ആയാലും ഫഹദ്, ദുൽഖർ, നമ്മളൊക്കെ വണ്ടിക്കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഫഹദൊക്കെ വണ്ടി വാങ്ങിക്കുമ്പോൾ വിളിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്നില്ല. പക്ഷേ എല്ലാം വാങ്ങിച്ച് തീർന്നെന്ന് തോന്നുന്നു. അതിനുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു എപ്പോഴും. അപ്പോൾ ഇവരൊക്കെ റിയൽ എൻതൂസിയാസ്റ്റാണ്, അല്ലാതെ വെറുതെ ഒരു കാശുണ്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല. ഓരോ വണ്ടിയെപ്പറ്റിയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നോക്കി തന്നെ വാങ്ങിക്കുന്ന ആൾക്കാരാണ് ദുൽഖറും എല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ലെഗസി ആണ് ഇവരിലേക്ക് വന്നത്. പിന്നെ ജോജു ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വെളിയിൽ ആൾക്കാർ അറിയുന്നില്ലല്ലോ. ജോജുവിൻ്റെ എല്ലാ വണ്ടിയുണ്ട്. ജോജു അധികം വെളിയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ജോജു ഭയങ്കര വണ്ടിപ്രാന്തമുള്ളതാണ്. അങ്ങനെ മോശമല്ല ആരും ഈ വണ്ടിപ്രാന്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ചിലരുണ്ട് നമുക്ക് ആവശ്യമുള്ള വണ്ടി പോലെ എന്തിനാ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമുക്കറിയാം. അവർ നമ്മുടെ വണ്ടി വാങ്ങിക്കാൻ ഉപദേശം വെച്ച് വിളിക്കാറുണ്ട്. അന്നേരം അവരൊക്കെ ഇവരെ പറ്റിയൊക്കെ പറയും, ഇവരൊക്കെ എന്തിനാ ഇത്ര വണ്ടി വാങ്ങിക്കുന്നത് എന്നൊക്കെ അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ ജോഷി പഴയ സംവിധാനം ജോഷി സാറൊക്കെ ഭയങ്കര വണ്ടി പ്രാന്തുള്ള ആൾക്കാരാണ്. അതെ. ഓക്കെ. ഇപ്പം ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു വണ്ടി വേണം, എൻ്റെ ബഡ്ജറ്റ് ഇത്രയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം അറൗണ്ട് ഒരു 20,000 ഓക്കെ സാലറി ഇപ്പോൾ ഒരു 30,000 കിട്ടുന്ന ഒരാൾ ഇപ്പോൾ ഏതൊരു ബഡ്ജറ്റിലുള്ള എങ്ങനെയുള്ള വണ്ടിയൊക്കെ മേടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണത്. 30,000 രൂപ ബഡ്ജറ്റുള്ള ഒരാൾ EMI ഒരു 5,000-6,000 രൂപ EMI ഇട്ട് അതിന് ഓടിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ എക്സ്ട്രാ ചിലവുകളൊന്നും കാണാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത്രയും 30,000 രൂപയ്ക്ക് ഒരു സാലറി ഉള്ള ഒരാളാണെങ്കിൽ കുറച്ച് പൈസ സമ്പാദിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി വാഹനങ്ങളോ എല്ലാം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാരുതിയുടെയൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്കൊരു പിടിച്ചാൽ കിട്ടുന്ന മെയിൻ്റനൻസ് കോസ്റ്റ്, ഒരിക്കലും നമ്മളങ്ങനെ കൊന്നുകളയുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് വാങ്ങിക്കില്ല. പിന്നെ നല്ല വണ്ടികൾ ഇപ്പോഴും നമുക്ക് വേണം 2.5-3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാരുതിയുടെ നല്ല വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു 50,000-60,000 രൂപ വരെയൊക്കെ സാലറിയിൽ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി EMI അടച്ച് ഇത്രയും അത്യാവശ്യം ലാവിഷായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഇൻഷുറൻസ് അടച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടു നടക്കണമെങ്കിൽ അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം. സെക്കൻഡ് ഹാൻഡ് വണ്ടികളായിരിക്കും. അതും
ഇപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ വേറൊരു പ്രശ്നം ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് ബെൻസ് ഇപ്പോൾ 5 ലക്ഷം രൂപ കിട്ടും വേണമെങ്കിൽ, 10 ലക്ഷം രൂപ കിട്ടും, ഓടി A4 കിട്ടും 10 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ അത്രയല്ലേ ഉള്ളതെന്ന് വിചാരിച്ച് 10 ലക്ഷം രൂപയുടെ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു പണി വരുമ്പോൾ 5 ലക്ഷം ആയിരിക്കും അതിന്. അപ്പോൾ അങ്ങനെ നമ്മുടെ പണ്ടൊക്കെ നമ്മൾ വായും വിളിച്ച് നോക്കി കണ്ടുകൊണ്ടിരുന്ന എല്ലാ വണ്ടികൾ ഇപ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട് വില നോക്കിയാൽ. എന്ന് വെച്ച് ആ വണ്ടിയുടെ പാർട്സിൻ്റെ വില പുതിയ വണ്ടിയുടെ വില തന്നെ ആയിരിക്കും പാർട്സിന്, ഇല്ലേ? അതാണ് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. അപ്പം നമ്മളിപ്പോൾ ബോംബെയിലോ ഡൽഹിയിലൊക്കെ യൂസ്ഡ് കാർ ഷോറൂമിൽ പോയാൽ നമുക്ക് തോന്നും, അയ്യോ ഈ ബെൻസൊക്കെ സുഖമായിട്ട് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമല്ലോ, 10 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. അതിനൊരു പണി വന്നു കഴിയുമ്പോൾ 2-3 ലക്ഷം ഇങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് ബെൻസ് കിട്ടുമെങ്കിൽ 3 ലക്ഷം കിട്ടുന്ന മാരുതിയെ വാങ്ങിക്കാവൂ. എന്നാലേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇനിയും ഓടിക്കണം എന്നാൽ എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചില്ല എന്ന് തോന്നിയൊരു വണ്ടി? അങ്ങനെയില്ല, കാരണം ഞാൻ ദിവസവും വണ്ടികൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദിവസവും വണ്ടികൾ ഓടിക്കുന്ന എല്ലാത്തരം വണ്ടികൾ ഓടിക്കുന്നു. അപ്പോൾ അതിലെനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയ 2-3 വണ്ടികൾ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വലിയ ജഗപുകയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്കിപ്പോൾ ഒരു ഫെരാരി വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് വാങ്ങിക്കണമെന്നോ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം ഓടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ വലിയ ഓട്ടോ ഇല്ല സത്യം പറയാം. നമ്മളിവിടെയൊക്കെ തന്നെ ഓട്ടോ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ വേറെ വണ്ടികളാണല്ലോ ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി വന്നിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ആഗ്രഹം വന്നിട്ടുണ്ട് വണ്ടികൾ വാങ്ങിച്ചു. പിന്നെ എന്നാലും നമ്മൾ ഈ കോമറ്റ് എന്ന് പറയുന്ന ചെറിയ വണ്ടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഓടിച്ച് നടക്കുന്നത്. അതിൻ്റെ ഒരു സുഖം പിടിച്ചു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെ വലിയ വണ്ടി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. കേട്ടോ, ഇത് കയ്യിലുള്ളത് പോകാതിരിക്കാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ 25 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഈ വണ്ടിയുടെ ഇപ്പം ഇങ്ങനെ പറഞ്ഞൊക്കെ തുടങ്ങിയത്. അപ്പം അന്നത്തെ വണ്ടികളും ഇന്നിപ്പോൾ നിൽക്കുന്ന വണ്ടികളെന്ന് പറഞ്ഞാൽ എന്താ രാവും പകലും പോലെ വ്യത്യാസം എന്ന് പറയുന്ന പോലെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു വ്യത്യാസത്തെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വണ്ടി കൊണ്ടുവന്നാൽ അതിൻ്റെ എൻജിൻ പവർ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എന്താ പറയുക ഇൻറ്റീരിയറിന് ഇതിൻ്റെ കാര്യങ്ങളുടെ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട് അതിൽ എന്നൊക്കെ വേണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോയിട്ട് ഇപ്പോൾ 10.25 ഇഞ്ചിൻ്റെ 2 വലിയ സ്ക്രീനുകളാണ് ഇതിൽ. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം, 360 ഡിഗ്രി ക്യാമറയുണ്ട്, പിന്നെ വാലറ്റ് പാർക്കിംഗ് മോഡുണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ട്, ഒരു 100,000 കാര്യം വരുന്നത്. അപ്പോൾ സാധാരണ ഒരു എന്താ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിന് പോലും പറയാൻ പറ്റില്ല ഇതിനെപ്പറ്റിയൊന്നും. ഞാനൊന്നും അതുപോലും പഠിച്ചിട്ടില്ലല്ലോ. നമ്മളൊരു IT എഞ്ചിനീയർ കൂടി ആയിരിക്കണം ഇപ്പോഴെന്നുള്ളതാണ് ശരിക്കും. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരിക്കണം, IT എഞ്ചിനീയർ ആയിരിക്കണം, അതോടൊപ്പം തന്നെ നമ്മളൊരു അവതാരകനായിരിക്കണം, ഇല്ലേ? ഇതെല്ലാം കൂടെ വന്നാലേ ഇപ്പോൾ പറ്റൂ. അപ്പം നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വളരെ വേഗമായിട്ട് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് ഈ സ്ക്രീനിലാവേണ്ട ഇതുണ്ടെന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ അകത്തേക്ക് ഇൻഡെപ്തായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. അത് നമ്മളോട് പറയാൻ പറ്റില്ല, ഇനിയത്തെ പ്രായത്തിൽ പഠിച്ചെടുക്കാനും പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു ഈ ഓട്ടോമൊബൈലിൽ നിന്ന് ആർക്കും ഒരു പരിധിക്കപ്പുറത്തേക്ക് അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മളിങ്ങനെ വേഗമായിട്ടങ്ങ് പറഞ്ഞു വിടും. പിന്നെ അതൊരു കാര്യമാണ്. അതൊക്കെ കാര്യം ഇതൊക്കെ ഇത്രയും ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കുന്നതിന് കുറവാണ്. നമ്മളിപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ അങ്ങേറ്റം ഫോൺ കണക്ട് ചെയ്യും, അല്ല യൂട്യൂബ് കണക്ട് ചെയ്തതിൽ വീഡിയോ കാണുന്നൊക്കെ അല്ലാതെ അത്രയൊന്നും ഉപയോഗിക്കുന്നവരും ഇല്ല. ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി എന്നായിരിക്കും ആൾക്കാരുടെ ഒരു വിചാരം. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താണ് തോന്നിയിട്ടുള്ളത്? വേസ്റ്റ് ആയിട്ട് വണ്ടികളില്ല, ഇല്ല. കാരണം വെച്ചാൽ ഇപ്പം പലരും ചോദിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്. അപ്പോൾ ഞാൻ പറയും ഓരോ രാജ്യത്തിനും ഓരോ ഇതുണ്ട്. കാണാൻ ഭംഗിയില്ലാത്ത രാജ്യമാണ് നല്ല ഫുഡായിരിക്കും, ഇല്ലേ? കാണാൻ ഭംഗിയുള്ള രാജ്യത്ത് നല്ല ഫുഡ് ഉണ്ടാകണമെന്നില്ല. അതുപോലെ കൾച്ചർ, അതുപോലെ തന്നെ ഹെറിറ്റേജ്, ഇതൊക്കെ ഓരോ രാജ്യത്തും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും എന്തെങ്കിലും ഗുണമുണ്ടാവും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു വണ്ടിയും മോശമല്ല. എല്ലാം ഒരു സ്റ്റാൻഡേർഡിനപ്പുറത്തേക്കുള്ള വണ്ടികളാണ് എല്ലാവരും നിർമ്മിച്ചത്. കാരണം വെച്ചാൽ ആ സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ പരിശോധിച്ചാണ് ഗവൺമെൻറ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് അങ്ങനെ തീരെ വേസ്റ്റ് എന്ന് പറയുന്ന വണ്ടിയൊന്നും ഇപ്പോഴത്തെ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിയമങ്ങൾ കുറച്ചുകൂടെ ശക്തമാകണമെന്ന് തോന്നിയിട്ടുണ്ട് ചേട്ടന് വണ്ടികളുടെ കാര്യത്തിലും? വണ്ടികളുടെ കാര്യത്തിൽ ശക്തമാണിപ്പോൾ. ഇപ്പോൾ ഈവൻ 5 സ്റ്റാർ റേറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ നോക്കി തുടങ്ങി. എല്ലാവരും നല്ല വണ്ടി നിർമ്മിക്കാൻ തുടങ്ങി. റോഡിൻ്റെ കാര്യത്തിൽ നിയമങ്ങൾ ഈ 130 കോടി ജനങ്ങളിലേക്ക് ഈ എന്താ പറയണ്ടേ കതിൽ കൊണ്ടുപോയി വളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടുപോയി ഇതെങ്ങനെ പഠിപ്പിച്ചെടുക്കുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഒരേപോലെ തീരുമാനിച്ച് ഫൈൻ അടുപ്പിച്ച് ജനങ്ങളെ നന്നാക്കി എടുക്കുന്ന ഒരു ഫൈൻ അടിച്ചാലും പഠിക്കുന്നവർ കുറവാ. അതല്ല ഇവിടുത്തെ മറ്റൊരു കാര്യം. അത് തെറ്റിച്ചല്ല, ഞാൻ ഫൈൻ അടച്ചോളാം എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അതാ കേസ് കൊടു എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതുകൊണ്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഈ 25 വർഷത്തെ ജേർണി, അപ്പോൾ 25 വർഷം കൊണ്ടാണ് ചേട്ടൻ ഇത്രയൊക്കെ വലിയൊരു രീതിയിൽ സക്സസ് ആയിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് ആഗ്രഹമുണ്ട് എങ്ങനെ എനിക്കൊരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഈ വണ്ടിപ്രാന്തുള്ള ഒരുപാട് പേരുണ്ട്, ഇങ്ങനെ ആവാമെന്നൊരു ആഗ്രഹമുണ്ട്. ചേട്ടൻ എന്താണ് അതിനോട് പറയാനുള്ളത്?
ഞാനൊക്കെ ഇത് തുടങ്ങി വെച്ച സമയത്ത് നമുക്ക് പ്ലാറ്റ്ഫോംസ് വളരെ കുറവായിരുന്നു. തീർച്ചയായിട്ടും അന്ന് TV പോലും വളരെ വെച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ മാതൃഭൂമിയിലൊക്കെ എഴുതി തുടങ്ങുന്നത്. ആ സമയത്ത് മാതൃഭൂമി എന്ന് പറയുന്നൊരു വലിയ പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയോണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് വളരെ എളുപ്പമാണ്. ഒരു മൊബൈൽ ഫോൺ എടുക്കുക, സ്വന്തം വീട്ടിലൊരു വണ്ടി കാണും, ആ വണ്ടി റിവ്യൂ ചെയ്ത് തുടങ്ങുക. ആ റിവ്യൂ കൊള്ളാമെന്ന് ജനത്തിന് തോന്നിയാൽ അടുത്ത റിവ്യൂ ചെയ്യുക. വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ ഒരു മേഖലയിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇതിലെല്ലാം വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല, ഞാനോ എന്നെ പോലെ 1-2 പേരേ ഉള്ളൂ ഇപ്പോഴും എല്ലാ ദിവസവും യൂട്യൂബ് വീഡിയോ ഇടുന്നത്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10-30 മിനിറ്റിൻ്റെ കണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോഴും ഈ പ്രായത്തിൽ നമ്മൾ മടുക്കാതെ ഈ ഒരു ജോലിയോടുള്ള ഇഷ്ടം കൊണ്ടും ജീവിക്കേണ്ടത് കൊണ്ടും രണ്ടും കൊണ്ടും കൂടെയാണ്, വേറെ വരുമാനമൊന്നുമില്ല. ഇതുകൊണ്ട് നമ്മളത് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കറിയാം പല ഓട്ടോമൊബൈലൊക്കെ ചെയ്യുന്ന യൂട്യൂബ് ചെയ്യുന്ന പലരും വല്ലപ്പോഴും ഒരിക്കലും കണ്ടന്റ് ഇടുന്നത് പയ്യന്മാർ പോലും മടിയുണ്ട്. ആ മടിയൊന്നും ഇല്ല. നമ്മളതുപോലെ ഡെഡിക്കേഷനോടുകൂടി പോകണം. പിന്നെ സത്യസന്ധത, പറയുന്ന കാര്യത്തിൽ സത്യസന്ധത. ഒരു വണ്ടി കമ്പനിയുടെ നിന്ന് പൈസ വാങ്ങിച്ചത് കൊള്ളാമെന്ന് പറയുന്ന പരിപാടിയൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഈ 25 വർഷത്തിൽ. ആ സത്യസന്ധത, പിന്നെ ജനങ്ങളോട് ക്രെഡിബിലിറ്റിയോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് അത് വേണം. ഇതെല്ലാം കൊണ്ട് സക്സസ് ആകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു മേഖലയിൽ. ഇപ്പം ചേട്ടൻ്റെ ഈ യൂട്യൂബിൽ ഇപ്പം തുടങ്ങുന്ന ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. വളരെ മലയാള തനിമ, എവിടെ നിന്നാലും ഒരു നല്ലൊരു രീതിയിലാണ്. ഇംഗ്ലീഷ് അറിയാത്തോണ്ടാ. നമസ്കാരം, ഞാൻ ബൈജു നായർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിൻ്റെ അങ്ങേയറ്റം ഒരു ഭംഗിയുള്ള ഒരു വാചകമല്ലേ. അതല്ലാതെ ഹായ് ഗോയ്സ് വെൽക്കം ടു, ആ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും ഇത് എല്ലാവരും ഏറ്റെടുത്തൊരു സാധനമാണ്. പലരും ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ കേട്ടിട്ടുണ്ട്. അതെ, നമ്മളെപ്പോഴും പച്ച മലയാളിയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ തന്നെ തുടരും. പിന്നെ എന്താണേലും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ. കൂടുതൽ വണ്ടികളെ കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ സാധിക്കട്ടെ. താങ്ക് യു. എത്രയും പെട്ടെന്ന് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു. ശരി.